ഹലോ ഗായ്സ്, നമ്മളിപ്പം കൊടൈക്കനാലിലേക്ക് പോവാണ് കേട്ടോ. മഴയൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കുറേ ആയിട്ട് വിചാരിച്ചൊരു ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ കൊടൈക്കനാലിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ്. ഞാൻ ഓൾറെഡി മാറ്റി കഴിഞ്ഞു. ഏട്ടൻ മാറ്റാണ്, കണ്ണ ഉറങ്ങുകയാണ്, അവനെയും കൂടി മാറ്റിക്കാനുണ്ട്. നമ്മളൊരു 5 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങും. ഇപ്പോൾ 4:45 4:50 ആവാനായി. അപ്പോൾ ഗൈസ്, നമ്മൾ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ പറയാം കേട്ടോ. ബൈ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച സമയത്തിന് നമുക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ. മഴ കാരണം വണ്ടി കുറച്ച് ദിവസമായി സ്റ്റാർട്ടാക്കിയിട്ട്, അതുകൊണ്ട് നമുക്കൊരു സ്റ്റാർട്ടിങ്ങിൻ്റെ ട്രബിൾ വന്നു. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാതെ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നു. പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾ എണീക്കാൻ വേണ്ടി നമ്മൾ കാത്തുന്നു. ഒരു 6-6:30 മണി വരെ നമ്മൾ അതിന് വേണ്ടി നിന്നു. എന്നിട്ടാണ് കേട്ടോ യാത്ര പുറപ്പെടുന്നത്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചെന്നത് പെട്രോൾ പമ്പിലേക്കാണ്. നമുക്ക് ആവശ്യമുള്ള പെട്രോൾ നമ്മൾ അടിച്ചിട്ടാണ് പോകുന്നത്. നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പെട്രോൾ പമ്പ് ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് അടുത്ത് തന്നെ സർവീസ് ഉള്ളതുകൊണ്ട് അത് 24/7 സർവീസുമാണ്. അങ്ങനെ കണ്ണം ഭയങ്കര ഉറക്കമൊക്കെ ആയിരുന്നു. പിന്നെ പോവാൻ നേരത്തെ എണീറ്റിരുന്നു. പിന്നെയും ആളെ ഉറക്കം തന്നെ. എന്താല്ലേ, ഞാൻ ഉറങ്ങിയില്ല. കാരണം ഏട്ട ഒന്നാമത് ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആൾക്ക് കമ്പനിക്ക് ഒരാൾ വേണ്ടി വരുമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഫ്രണ്ട് സീറ്റിലിരുന്നത്. അല്ലെങ്കിൽ കുട്ടീനെ കൊണ്ട് ബാക്കിൽ ഇരുന്നാൽ മതിയായിരുന്നു. പിന്നെ ആളെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ. അങ്ങനെ നമ്മൾ പോവാണ് ഗൈസ്. ഭയങ്കര ഹാപ്പി ആയിട്ടാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നു യാത്രകൾ ഒന്നാമത് എനിക്ക് ഒറ്റയ്ക്കാണെങ്കിൽ ഓക്കേക്ക്, അവനെയും കൂടി ക്യാരി ചെയ്തിട്ടാണെന്ന് തോന്നുന്നു ചെറിയ ക്ഷീണമൊക്കെ തോന്നുന്നുണ്ട്. കാരണം ആളെൻ്റെ ഒരു തോളിൽ മാത്രം, ഒരു സൈഡിൽ മാത്രമേ കിടക്കുള്ളൂ. മാറ്റി കിടത്താൻ ആളങ്ങനെ സമ്മതിക്കാറില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ചൂടാകുകയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴേ ആളൊന്ന് കുറച്ചൊന്ന് അയഞ്ഞു തരുള്ളൂ. എന്നാലും അത് നമുക്ക് കുറേയൊന്നും പ്രയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പം ഏട്ടൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ഞാനും എന്തെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ യാത്ര ഇങ്ങനെ പോകുന്നത്. കാരണം ഉറങ്ങാതിരിക്കാൻ നോക്കേണ്ടത് മാക്സിമം നമ്മുടെ കാര്യമാണ്. പിന്നെ നമ്മൾ ഒന്നാമത് രാവിലെ വരെ ഉറങ്ങിയത് കൊണ്ട് ആൾക്ക് ഉറക്കക്ഷീണമൊന്നും ഉണ്ടാവില്ല. രാത്രി വരെ നമുക്ക് പിടിച്ച് നിൽക്കാം. അതിനുശേഷം നമ്മൾ എന്തായാലും അവിടെ എത്തും. രാത്രി ആകുമ്പോഴത്തേക്ക് നമ്മൾ അവിടെ എത്തുന്നായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ചായ കുടിക്കാൻ കയറി ഗൈസ്. നല്ല സർവീസാണ് കേട്ടോ. എനിക്ക് ആ ചേച്ചി ഒരുപാട് ഇഷ്ടമായി. ചേച്ചി നല്ല രീതിയിലാണ് കേട്ടോ നമുക്ക് ഫുഡൊക്കെ വേണ്ടതെന്ന് ചോദിച്ച് കാര്യങ്ങളൊക്കെ തരുന്നത്. പിന്നെ കണ്ണനെ കുറേ നേരം കളിപ്പിച്ചിരുന്നു. കണ്ണൻ കരയുന്നുണ്ടായിരുന്നു പുറത്തേക്ക് പോകാൻ വേണ്ടി. കാരണം അവിടെ ഒരു നായ്ക്കുട്ടീനെ കണ്ടു. അപ്പോൾ ആൾക്ക് അതിനെ കാണണം എന്ന് പറഞ്ഞ് കുറേ നേരം കരഞ്ഞു. പക്ഷേ ചേച്ചി എന്താ അറിയില്ല. ചേച്ചി പറഞ്ഞു ഭക്ഷണം കഴിച്ചതിന് ശേഷം ചേച്ചി കാണിച്ചു തരട്ടോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ആളെ കളിപ്പിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഒന്നാമത് നമ്മൾ പാലക്കാട് നിന്ന് ഫുഡ് കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് പോകാമായിരിച്ചു. കാരണം അത് വിട്ട് കഴിഞ്ഞാലുള്ള അവസ്ഥ കുറച്ച് ദയനീയമായിരിക്കുമല്ലോ. നമ്മുടെ ടേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവിടെ ചെന്ന് അവിടുത്തെ ഭക്ഷണം കഴിക്കേണ്ടി വരും. അതൊക്കെ എന്നാലും നമ്മൾ ചായ അവിടെ നിന്നാണ് കുടിച്ചു പോയി. അപ്പോഴും ഗൈസ് വണ്ടി പണി തന്നു. പിന്നെയാണ് മനസ്സിലായാലും പാലക്കാടിലെ ചേട്ടന്മാരൊക്കെ മുത്താണ് ഗൈസ്. കാരണം നമ്മളെ 2 ചേട്ടന്മാരാട്ടോ സഹായിക്കാൻ വന്നത്. പിന്നെ ഞായറാഴ്ച കൊണ്ട് കാറിൻ്റെ സർവീസും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആ ഏട്ടന്മാർ ഒരുപാട് പേരെ വിളിച്ച് ലാസ്റ്റ് ആളെ എത്തിച്ച് തന്നു കേട്ടോ. പിന്നെ നമ്മൾ ഓരോ ഷോപ്പിലേക്ക് പോയി വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് പിന്നെ യാത്ര പുറപ്പെടുന്നത്. അപ്പോൾ പാലക്കാടുള്ള ആ ചേട്ടന്മാരെ ഞാൻ ഒരിക്കലും മറക്കൂല. കാരണം നമ്മളൊരു സഹായം ചോദിച്ച് ചെന്നിട്ടേ ഉള്ളൂ. പക്ഷെ അവർ അതിന് വേണ്ടിയിട്ട് കുറേ എഫേർട്ട് എടുത്തു. എനിക്കൊന്നും ഞാനൊക്കെ ആണെങ്കിൽ ഇത്രയൊന്നും ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ ആദ്യം തന്നെ എന്തായാലും പാലക്കാടൊക്കെ എത്തിയില്ലേ. അപ്പം നമ്മൾ ആദ്യം തന്നെ എവിടേക്കാണ് പോകുന്നതെന്ന് ചിലപ്പം മലമ്പുഴയൊക്കെ പോയവർക്ക് പിടിയുണ്ടായിരിക്കും ഈ പാലും കാര്യങ്ങളൊക്കെ. പക്ഷേ ഗൈസ്, ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് മലമ്പുഴ പോകുന്നത് കേട്ടോ. കൊടൈക്കനാൽ പോയിട്ടുണ്ട്, ഒന്ന് സ്കൂൾ ട്രിപ്പിൽ പോയതാണ്. എന്നാലും എനിക്ക് വലിയ വ്യക്തതയൊന്നുമില്ല. പിന്നെ മലമ്പുഴയിലേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല അടിപൊളിയാട്ടോ. ഞാൻ നോക്കിയപ്പോൾ അവിടുത്തെ സൈഡിലൊക്കെ മീനും കാര്യങ്ങളൊക്കെ വിൽക്കുന്നുണ്ട് കേട്ടോ. സൺഡേ ആണ്. പിന്നെ എന്താ ഇപ്പം മീനും കാര്യങ്ങളൊക്കെ പിടിക്കലൊക്കെ കുറവായിരുന്നു. പക്ഷെ എന്നാലും ഇവിടെ നല്ല വലിയ മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ആദ്യം തന്നെ മലമ്പുഴ ഗാർഡനിലേക്കാണ് കയറിയത്. നമ്മൾ ആദ്യം തന്നെ ഗാർഡനിലേക്ക് കയറുന്ന ടൈമിൽ ഇതേപോലെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ കയറാൻ വേണ്ടി നമ്മൾ ടിക്കറ്റ് എടുക്കണം കേട്ടോ. അത് നമ്മൾ എവിടെ പോയാലും ടിക്കറ്റ് എടുക്കണം. അപ്പം ഇതാണ് ഗൈസ് മലമ്പുഴ. കാണാത്തവർക്ക് വേണ്ടിയാണ്. നമ്മൾ 30 രൂപ കേട്ടോ അഡൾട്ടിന് ചാർജ് ചെയ്തത്. അങ്ങനെ നമ്മൾ ഉള്ളിലോട്ട് കയറി. എനിക്ക് തോന്നിയത് കണ്ണന് ഇത് വലിയ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളതായിരുന്നു. പക്ഷേ എന്താ സംഭവിച്ചത് വെച്ചാൽ ആള് അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഏട്ടൻ്റെ ഒക്കത്തുനിന്ന്. ഒന്നാമത് നല്ല വെയിലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ വൈകുന്നേരമൊക്കെ വന്ന് കാണുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. വെയിലൊന്നും സഹിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. പിന്നെ കണ്ണൻ അവിടെ ഒരു അണ്ണാൻ്റെ കുട്ടീനെയൊക്കെ കണ്ടപ്പോൾ ആളാകെ മാറിട്ടോ.
പിന്നെ ആൾ നമ്മളെ അടുത്ത് നിന്ന് ഇറങ്ങലും അതേപോലെ ഇതാ കാണുന്നതാണ് കേട്ടോ, ആ കാണുന്ന റോപ്പും കാര്യങ്ങളൊക്കെ എനിക്ക് കയറാൻ ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതാണ് കേട്ടോ അണ്ണാൻ. അപ്പോൾ ഇതിനെ പിടിക്കാൻ വേണ്ടി കണ്ണൻ കുറേ നടന്നു കേട്ടോ. പക്ഷെ അണ്ണാൻ്റെ പാട്ട് നോക്കി മരത്തിൻ്റെ മുകളിൽ കയറിപ്പോയി. കണ്ണന് മരത്തിൽ കയറാൻ കഴിയില്ലല്ലോ. അവൻ കുറേ നേരം അടുത്തേക്ക് നോക്കി നിന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ എടുത്തു. ഏട്ടാ അവനെ നോക്കുകയാണ്. പിന്നെ നമ്മൾ അവനങ്ങോട്ട് എടുത്തുകൊണ്ട് വരാമെന്ന് വിചാരിച്ചു. കാരണം ആളപ്പോഴത്തേക്കും മരത്തിൽ കയറാനുള്ള പരിപാടി തുടങ്ങി. അവൻ ശ്രമിക്കുന്നുണ്ട് ഗൈസ്. അങ്ങനെ പിന്നെ ആൾ കുറച്ച് നേരം നടക്കും, പിന്നെയൊക്കെ തീറും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ നടത്തിച്ചില്ല, കാരണം നല്ല വെയിലായിരുന്നു. പിന്നെ ഒന്നാമത് നമുക്ക് തന്നെ ഭയങ്കര ക്ഷീണം. പിന്നെ ആളും കൂടി നടന്നു കഴിഞ്ഞാൽ പണി പാടുമല്ലോ. പിന്നെ എനിക്ക് ഈ പുല്ലുണ്ടല്ലോ, ഈ പുല്ലിൻ്റെ ചെടി നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിലിങ്ങനെ തൊട്ട് കളിക്കാൻ നല്ല രസമുണ്ട്. അങ്ങനെ പിന്നെ നമുക്ക് അവിടെ ഒരു ഷെഡ് പോലെ, അതായത് ബസ് സ്റ്റോപ്പൊക്കെ പോലെ, എനിക്ക് ഇതിനെന്താ പറയാമെന്നറിയില്ല, വിശ്രമ കേന്ദ്രം. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ കയറിയിരുന്നു കേട്ടോ കുറേ നേരം. പിന്നെ ഞാൻ അവിടെ ഉള്ള കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാൻ കേട്ടോ, വലിയ കറുത്ത് വാച്ച് ചെയ്യുന്നുണ്ട്. ഏട്ടന്തൊക്കെയോ പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ പിന്നെയും നടക്കാൻ തുടങ്ങി. വെയിലൊഴികെ ബാക്കി കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നെ നമ്മൾ ഗാർഡനിൽ കയറി എന്തൊക്കെ പ്രതീക്ഷിക്കുക അത്രേ ഉള്ളൂ. പിന്നെ ഡാം കാണാൻ വേണ്ടിയിട്ട് കയറാമല്ലോ. പിന്നെ ഇങ്ങനെ റോപ്പിൽ ഇങ്ങനെ പോകുന്നുണ്ട് കേട്ടോ. അതിൽ കയറണമെന്ന് ആഗ്രഹിച്ചിരുന്നു, പക്ഷെ കയറിയിട്ടില്ല. കാരണം അത് കയറാൻ വേണ്ടി കുറേ നടന്ന് അങ്ങോട്ട് ചെല്ലണമായിരുന്നു. അത്ര വലിയ എഫേർട്ടൊന്നും എടുക്കുക എന്നെ കൊണ്ടുപോയി. അങ്ങനെ പിന്നെ നമ്മൾ ഡാമിലേക്ക് ആ വഴി കയറാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ഇപ്പോൾ ഞാൻ കാണിച്ച പിക്ചറിൽ. പക്ഷേ ആ വഴി കയറാനുള്ളത് പൂട്ടി വെച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റെപ്പ് കയറി പോവാണ് കേട്ടോ. നമുക്ക് ഈ സ്റ്റെപ്പ് കയറുന്നതും കാര്യങ്ങളും പിന്നെ ഈ യാത്രയ്ക്കൊക്കെ പോയ കുറേ പരാതികളൊക്കെ എനിക്കുള്ളൂ കേട്ടോ. അയ്യോക്ക് നടക്കാൻ വയ്യേ, അയ്യോക്ക് ഇങ്ങനെയൊന്നും വെയിൽ കൊള്ളാൻ വയ്യേ എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ എന്തിനാടി പോകുന്നതെന്നാട്ടോ ഏട്ടൻ ചോദിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡാമിലെത്തി ഗൈസ്. ഇതാണ് ഡാം, അത്യാവശ്യം നല്ല വലിയ ഡാമാണ്. അങ്ങനെ നമ്മൾ കണ്ണൻ്റെ പ്ലേസിലേക്ക് എത്തി. യെസ്, ഇത് കണ്ണൻ്റെ മാത്രം പ്ലേസ് അല്ല കേട്ടോ, എൻ്റെ കൂടി പ്ലേസാണ്. കാരണം എനിക്ക് ഈ പാർക്കിൽ വന്നാൽ അവിടെ ലിമിറ്റും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ടാവും, എന്നാലും ഞാൻ കയറിയിരിക്കും ഗൈസ്. ഇതിലൊക്കെ കയറി ഇങ്ങനെ ഊഞ്ഞാലാടുക, മറ്റേ ഇതിലിങ്ങനെ കീയുക, അതൊക്കെ സെറ്റാക്കി. കീഴൊന്നും കയറാറില്ല കേട്ടോ, നമ്മൾ കുട്ടികൾക്ക് വേണ്ടി ചെയ്തല്ലേ. അപ്പോൾ നമ്മളെ വെയിറ്റും കാര്യങ്ങളൊക്കെ അതൊന്നും കഴിയില്ല. എന്നാലും നമ്മൾ മാക്സിമം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ഞാൻ യൂസ് ആക്കാറുണ്ട്. അപ്പോൾ കണ്ണൻ പിന്നെ നമ്മൾ ഊഞ്ഞാലിൽ ഇറങ്ങിയിട്ടോ, ആൾ നമ്മളെ കളിപ്പിക്കാൻ നിൽക്കുകയാണ്. ആൾ നമുക്കിങ്ങനെ ഉന്തിയൊക്കെ തരുന്നിട്ടുണ്ടോ. പിന്നെ നമ്മൾ പിടിച്ച് വീണ്ടും കയറ്റിയിരുത്തി. അങ്ങനെ ഞാൻ നോക്കുമ്പോഴാട്ടോ നമ്മുടെ ബോച്ചയുടെ സംഭാവന അവിടെ കണ്ടത്. അതായത് നമ്മൾ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു പ്രത്യേക പാർക്കാണ്. നല്ല രീതിയിൽ അലങ്കരിച്ചിട്ടുണ്ട്. അവർക്ക് കുറച്ചുകൂടി നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്നൊരു പാർക്കാണ് അത് കേട്ടോ. അപ്പം ബോച്ചേനെ നമുക്കെല്ലാവർക്കും അറിയായിരിക്കും, അറിയാത്തവർ അങ്ങനെ ഉണ്ടാവില്ല. അപ്പം അങ്ങനെ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു സംഭാവന കാണാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്, പ്രത്യേകിച്ച് അങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ പിന്നെ നമ്മൾ കണ്ണനും ഓരോന്നിനും ഇതൊന്നും ഇങ്ങനെ ഇറങ്ങില്ല കേട്ടോ. ഇതാണൊരു പ്രശ്നം. ആളുടെ ചെറുപ്പം മുതലേ, അതായത് നല്ല ചെറുതായി നടക്കാൻ തുടങ്ങിയ ടൈം മുതലേ ആളത് കീഴിയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളൊന്നും പിടിക്കുക പോലും പറ്റൂല. അതിനിങ്ങനെ കീഞ്ഞ് കളിക്കണം. പിന്നെ കൊണ്ടുപോകലാണ് പാട് ഗൈസ്. അവിടെ നിന്നിട്ട് പിടിച്ച് കൊണ്ടുപോകാൻ കഴിയൂല. ഭയങ്കര വാശിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ സമയത്ത്. പിന്നെ അവർ എൻജോയ് ചെയ്യട്ടെ. നമുക്ക് വേണ്ടിയുള്ള സമയമില്ലേ ഈ ട്രിപ്പിന് വേണ്ടി മാറ്റി വെച്ച്. അപ്പോൾ അവന് വേണ്ടി അവൻ ആസ്വദിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയല്ലേ. അപ്പം നമ്മൾ കുറേ നേരം അവിടെ കളിച്ചിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മൾ കുറേ നേരം അവിടെ ഇരുന്നിട്ടുണ്ട്. ആളിത് കീയുന്നതും ഏട്ടൻ കീച്ചും അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഞാൻ വീഡിയോ എടുക്കാനും നിന്നു, കാരണം എനിക്ക് പിടിച്ചാൽ പിടുത്തം കിട്ടില്ല. അതുകൊണ്ട് എനിക്ക് പേടിയാണ്. ആൾ തലടിച്ചാലും കാര്യങ്ങളൊക്കെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പം കണ്ണൻ ഈ സ്ഥലത്തെത്തിയപ്പം ഭയങ്കര ഹാപ്പി കേട്ടോ. അല്ലെങ്കിലും ആൾ നമ്മളെ കൂടെ യാത്രകളിലൊക്കെ കുറേ കൂടിയുണ്ട്. ആൾക്ക് ഈ കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നെ നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് പിന്നെയും പോവുകയാണ് ഗൈസ്. പോണ വഴിക്കാണ് ഞാൻ മറ്റേ ഈ ഫാനില്ലേ, വലിയ ഫാൻ കണ്ടത്. ഇതിനെന്താ പറയുക, കറണ്ട് ഉണ്ടാക്കുന്നതെന്നൊക്കെ ഏട്ടൻ പറഞ്ഞത്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. വിദ്യാഭ്യാസം ഉണ്ട്, PG വരെയൊക്കെ എത്തിയാണ്. പക്ഷേ എനിക്ക് ഈ അറിവും കാര്യങ്ങളൊന്നും ഇല്ല ഗൈസ്. അങ്ങനെ പിന്നെ ഇത് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അതായത് മരങ്ങളൊക്കെ കുറവാണ് ഇവിടെ. എനിക്ക് തോന്നുന്നു ഇവിടെ കൂടുതലും ഈ ഫാനാണ്, ഈ കറണ്ട് ഉണ്ടാക്കുന്ന സാധനമാണ്. ഇതെന്തായാലും നല്ല രീതിയിൽ വർക്ക് ചെയ്യിക്കുന്നുണ്ട്. ചിലത് വർക്ക് ചെയ്യാത്തൊക്കെ കണ്ടിരിക്കലായിരുന്നു എൻ്റെ പണി കേട്ടോ. അങ്ങനെയാണ് ഗൈസ് നമ്മൾ പഞ്ചാബി ധാബ എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്ക് കേട്ടോ ഫുഡ് കഴിക്കാൻ വേണ്ടി കയറിയത്. ബാക്കിയുള്ളോടത്തൊക്കെ എനിക്ക് തോന്നുന്നു എനിക്കത് കയറാൻ വേണ്ടിയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല, ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവിടെ എത്തിയപ്പോൾ എനിക്ക് എന്താ അറിയില്ല, ഏട്ടാ നമുക്ക് ഇവിടെ കയറാറിന് ഞാൻ ആളെ കൊണ്ട് നിർത്തിച്ചതാണ്. അപ്പോൾ നമ്മളവിടെ ചെന്നപ്പോൾ നമ്മൾ റൈസും തന്തൂരി ചിക്കനുമാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അങ്ങനെ റൈസ്
കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ ഒരു പ്രത്യേകതയായിട്ടോ, നല്ല മഞ്ഞച്ചോറ്, മഞ്ഞപ്പൊടി കുറേ ഇടും തോന്നുന്നു. അങ്ങനെ ഞാൻ കഴിച്ചു നോക്കിയപ്പോൾ എനിക്ക് വലിയ ഇഷ്യൂ ഒന്നും തോന്നിയില്ല. പക്ഷേ തന്തൂരി ചിക്കൻ കിട്ടാൻ അവൻ്റെ ഗൈസ് കുറേ നേരം വെയിറ്റ് ചെയ്തു. ഫൈനലി അത് വന്നു. പക്ഷേ കണ്ണൻ അങ്ങനെ ഫുഡൊന്നും കഴിക്കാതിരുന്നോണ്ട് നമ്മൾ പിന്നെ പോകുന്ന വഴിക്ക് തന്നെ ഒരു കരിക്കിൻ്റെ കട കണ്ടിട്ട്, ഒരു ചേച്ചിയാണ് അത് നടത്തുന്നത്. അങ്ങനെ ആളെ കയ്യിൽ നിന്ന് കരിക്കും കുടിച്ചു.